യെസ് ഹലോ ഡിയേഴ്സ്, ഹലോ. അപ്പോ എല്ലാവരും മാത്സ് എക്സാം തകർത്തോ? മിസ് ഇത്ര ഹാപ്പി ആയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പേപ്പർ. നമുക്ക് ഓണം എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റി എന്ന് കരുതുന്നു. ആൻഡ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അടിപൊളിയായിട്ട് തകർത്തു എന്ന് കരുതുന്നു ആദ്യത്തെ ക്രിസ്മസ് എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് മിസ് ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, ഇന്നത്തെ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എത്ര പേരുടെ ശരിയായി, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, കറക്റ്റ് മെത്തേഡ് എന്താണ്, എല്ലാം നമുക്കൊന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയേക്കാം. അപ്പോ എല്ലാവർക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടട്ടെ. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓരോ എക്സാംസും കഴിഞ്ഞു. ഇനി കഴിഞ്ഞ എക്സാം എല്ലാവർക്കും പല രീതിയിലായിരിക്കും അല്ലെ. ചില കുട്ടികൾക്ക് എന്തായിരിക്കും ഈസി ആയിരിക്കും, ചില കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും. അതൊന്നും നിങ്ങൾ ഇപ്പോൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നന്നായി എക്സാം പേപ്പറിലേക്ക് എഴുതുക. ഓക്കെ, ബാക്കി മാർക്ക് എല്ലാം അതിന്റെ പിന്നാലെ വന്നോളും. ആൻഡ് കഴിഞ്ഞ എക്സാംസിനെ ഓർത്ത് വിഷമിച്ചിരിക്കാൻ നേരമില്ല. നമുക്ക് അടുത്തടുത്ത എക്സാംസ് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉഷാറായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നേരെ കളയാനില്ല, നമുക്ക് നേരെ തന്നെ ആൻസേഴ്സിലേക്ക് പോകാം. ആൻഡ് മിസ് എല്ലാ സ്റ്റെപ്സും ഡീറ്റെയിൽ ചെയ്ത് പോകുന്നില്ല, എല്ലാത്തിന്റെയും സ്റ്റെപ്സ് കാര്യങ്ങൾ ഐഡിയ തരുന്നുണ്ട്. ആൻഡ് അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നിട്ട് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ഓൾജിബ്രാക് ഫോം തന്നിട്ടുണ്ട് 3 - 5n. നമുക്കറിയാം ഇവിടെ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, പൊതുവ്യത്യാസം. എപ്പോഴും അറിയാം എന്താണ്, എന്നിന്റെ കൂടെയുള്ളതാണ് കോമൺ ഡിഫറൻസ് ഡി. എന്നിന്റെ കൂടെ ആരാണ്? തെറ്റിക്കാനായിട്ട് ഇവിടെ 5 തന്നിട്ടുണ്ട് അല്ലെ. എന്നിന്റെ കൂടെയുള്ളത് വെറും 5 അല്ല, -5. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? ഒരു മാർക്ക് കിട്ടിയെന്ന് കരുതുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിൾ ഉണ്ട് 3, 8, 5, 6 ഡയാമീറ്റർ വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെന്ററിന്റെ കോർഡിനേറ്റ് എന്താണ്? ഡയാമീറ്ററിന്റെ മിഡ് പോയിന്റ് അല്ലേ സെന്റർ എന്ന് പറയുന്നത്, വൃത്തകേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. ഫസ്റ്റ് പോയിന്റ് x1 y1 ഇവൻ x2 y2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ? x1 + x2/2 y1 + y2/2 ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ആയി. ആൻഡ് ആൻസറുമായി ഇതിന്റെ ആൻസർ വരുന്നത് 4, 7 ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ വരുന്നത്. മിസ് ഐഡിയ തരാം. ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ആയി ചെയ്തു പോകുന്നില്ല, ജസ്റ്റ് നമുക്കൊരു ക്വിക്ക് എന്താണ് ആൻസർ ഡിസ്കഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. സോ 1 മാർക്ക് കിട്ടിയെന്ന് കരുതുന്നു. സെറ്റ് അല്ലേടാ? ഇനി അത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒത്തിരി ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. എന്താ സൈൻ കോസ് ടാൻ വെച്ചിട്ടും, അതുപോലെ സൈൻ കോസ് ടാൻ അല്ല, റേഷ്യോസ് 30, 60, 90, അതുപോലെ തന്നെ 45, 45, 90 വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നോക്കിക്കേ, വളരെ സിമ്പിൾ അല്ലെ. ഇത്രയും വലിയ ഏരിയ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, ഒരു ആംഗിൾ 90 ഡിഗ്രി, ഒരെണ്ണം 60 ഡിഗ്രി. സ്വാഭാവികമായും ഇവൻ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ റേഷ്യോ അപ്ലൈ ചെയ്യാം. എത്രയാണ്? 30:60:90. എന്താണ് അംശബന്ധം? 1:√3:2. ഓക്കെ ആണല്ലോ. നേരെ നമുക്ക് 60 ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ്? 6 ആണെന്ന് അറിയാം. ഓക്കെ ആണല്ലോ, 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ടുപേരുടെയും എന്താണ് എതിരെ വരുന്നത് എത്രയായിരിക്കും? നമുക്ക് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 3 ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കാം, 6 ആകുമ്പോൾ ഇവിടെ 6/√3 വരും. 6/√3. ഓക്കെ ആണല്ലോ. ഓക്കെ, 6/√3. ഞാൻ നേരത്തെ പറഞ്ഞത് ഡിവൈഡഡ് ബൈ 3 എന്നാണല്ലേ, ഡിവൈഡഡ് ബൈ √3 കേട്ടോ. ഓക്കെ, അപ്പൊ 6/√3 നമുക്ക് ഇവിടെ ഓപ്ഷൻസിലില്ല. ആ ഡിവൈഡഡ് ബൈ √3 കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? *√3 ചെയ്യണം. താഴെ എന്ത് ചെയ്താലും മേളിലും ചെയ്യണം എന്നറിയാം. ദാറ്റ് ഈസ് √3 × √3 എന്ന് പറയുന്നത് എത്രയാണ്? 3. 6ഉം 3ഉം 2 തവണ കട്ട് ചെയ്ത് പോയി. സോ 2√3. എവിടെ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 2√3. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ. എന്ത് സിമ്പിളാന്ന് നോക്കിയേ. ഈ ഒരു ആംഗിൾ BOAയും അതുപോലെ തന്നെ ആംഗിൾ Pയും തമ്മിൽ കൂട്ടുമ്പോൾ ദേ ആർ സപ്ലിമെന്ററി. അതായത് ഇവർ രണ്ടുപേരെയും കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അതിൽ ഒരാൾ 140 അല്ല 110 ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 - 110 ദാറ്റ് ഈസ് 70 ഡിഗ്രി. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. എല്ലാവരുടെയും ശരിയായെന്ന് കരുതുന്നു. സെറ്റ് അല്ലേ? 1 മാർക്കിന്റെ നല്ല ചോദ്യങ്ങളായിരുന്നു കേട്ടോ. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇവന്റെ ഐഡിയയും നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? x² + kx - 12 = എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങൾ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൻഡ് ഈ പ്രൊഡക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. എക്സിന്റെ കൂടെയുള്ള നമ്പർ അതായത് k കിട്ടണമെങ്കിൽ ദാ ഈ a b ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. x + a x + b ആണ്. എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഈ എയും ബിയും കൂട്ടുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ എന്താണോ വരുന്നത് അതായിരിക്കും എക്സിന്റെ കൂടെയുള്ള നമ്പർ. എയും ബിയും ഇൻറ്റു ചെയ്യുമ്പോൾ
കൂട്ടുമ്പോഴാണ് കോൺസ്റ്റന്റ് ടൈം കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ എയും ബിയും പ്ലസ് ചെയ്യുമ്പോൾ 6 പ്ലസ് മൈനസ് 2 എത്രയാണ്? 4. K is equal to 4. ഓപ്ഷൻ ഡി. പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ചിലപ്പോൾ ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാകും. അത് മിസ് പറഞ്ഞു തരാം. കുറച്ച് പേരുടെ ശരിയായിട്ടുണ്ടാവണം, പെട്ടെന്ന് തന്നെ ഐഡിയ വന്നിട്ടുണ്ടാവണം. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, അതായത് എതിർവശമല്ല എതിർ കോണുകളെ തമ്മിൽ കൂട്ടുമ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി കിട്ടണം. നമ്മളോട് ഇവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, എക്സും വൈയും. അവരെ കൂട്ടുമ്പോൾ 180നേക്കാൾ കൂടുതൽ വരണം. ഏതൊക്കെ ഫിഗറിലാണ് അത് വരുന്നത്? അപ്പൊ നോക്കാം. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലില് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടണം. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 180നേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ, 180നേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദി സർക്കിൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമിൽ പഠിച്ച കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് അറിയാൻ പറ്റുമോ? ഇല്ല, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഇത് നമുക്ക് വരാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് ഫിഗർ നമുക്ക് കിട്ടത്തില്ല. എന്താ നോക്കാം. എക്സും വൈയും ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 180നേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അതേ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതാ വൈ അകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ രണ്ടാമത്തെ ഫിഗർ കറക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഫിഗർ ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ആരാ നമുക്കൊന്ന് നോക്കണം. അവിടെയല്ല വന്നിരിക്കുന്നത്, സിയിലും ഡിയിലാണ് രണ്ടാമത്തെ ഫിഗർ കറക്റ്റ് എന്ന് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ഫിഗർ അല്ല. കാരണം എക്സും വൈയും കൂട്ടുമ്പോൾ 180 കിട്ടണം. 180നേക്കാൾ കുറവാണല്ലേ, 180നേക്കാൾ കൂടുതൽ കിട്ടണം. പക്ഷെ ഇവിടെ കുറവാണ് വന്നിരിക്കുന്നത്. അതാണ് ഒരു വെർട്ടെക്സ് സർക്കിളിന് ഔട്ട്സൈഡ് ദി സർക്കിൾ വന്നിരിക്കുന്നത്. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെയും തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു ഐഡിയ മിസ് പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ കൂട്ടുമ്പോൾ 180നേക്കാൾ കുറവായിരിക്കും. കാരണം ഒരു വെർട്ടെക്സ് പുറത്താണ് കിടക്കുന്നത് അല്ലെ, ഔട്ട്സൈഡ് ദി സർക്കിൾ ആണ്. 180നേക്കാൾ കുറവാണ് ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ. സ്വാഭാവികമായും ബാക്കി രണ്ടുപേരെ തമ്മിൽ കൂട്ടുമ്പോൾ അങ്ങനെയാണെങ്കിൽ 180നേക്കാൾ കൂടുതലായിരിക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അതിന്റെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ അല്ലല്ലോ, എൻ്റെ ഫുള്ള് ഞാൻ പറയുന്നതൊക്കെ മാറിപ്പോകുന്നല്ലേ. അതായത് ആൻസറിന്റെ കറക്റ്റ് സ്റ്റെപ്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഐഡിയാസ് തന്ന് ആൻസർ ചെയ്ത് വരും എന്നുള്ളത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആറാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ലെ, നമ്മൾ ഈ വർഷം മുതൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ എന്താണ് പുതിയ ടൈപ്പ് ഓഫ് പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ന്യൂട്ടൺസിലെ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് മിസ് കരുതുന്നു. കാരണം നമുക്ക് എല്ലാ ദിവസവും റിവിഷൻ അല്ലെ, എല്ലാ റിവിഷന്റെ എക്സാമിൽ അല്ലെങ്കിൽ എക്സാം പേപ്പറിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരുന്നു മാത്സിൽ അല്ലെ. അപ്പോൾ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മൾക്ക് നോക്കാം. ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് 3, 4, 3, 8 പാരലൽ ടു XY ആക്സിസ്. നോക്കാം, y ആക്സിസിന് പാരലൽ ആണെങ്കിൽ x സെയിം ആയിരിക്കും. അതെ, x സെയിം ആണ്, 3, 3. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് 2 പോയിന്റ്സ് ഹാവ് സെയിം x കോർഡിനേറ്റ്. ഓക്കെ, 2 പോയിന്റ്സിലെ x കോർഡിനേറ്റ്സ്, എക്സിന്റെ വാല്യൂ അതായത് എക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ ആ ഒരു ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് വൈക്ക് പാരലൽ ആയിരിക്കും. അതെ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചല്ല, നേരെ ഒരു വേറെ സെന്റൻസിൽ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുമാത്രമല്ല ഇവിടെ 3, 3 എക്സ് സെയിം ആവാൻ കാരണം വൈക്ക് പാരലൽ ആയതുകൊണ്ടാണ്, സമാന്തരമായതുകൊണ്ടാണ്. സോ നമുക്ക് ഏതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി എന്നാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. രണ്ടുപേരും സെയിം ആണ്. രണ്ടാമത്തത് ഒന്നാമത്തതിന്റെ കാരണമാണ്, റീസൺ കൂടിയാണ്. അപ്പോൾ നല്ല സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വലിയ പ്രശ്നമില്ലാതെ തന്നെ എഴുതിയിട്ടുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വെൻ 2 chords of a circle intersect. ഓക്കെ, intersect within the circle. ഓക്കെ, സർക്കിളിനകത്താണ് ഇവർ ഇന്റർസെക്ട് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ദി കോഡ്, അതായത് ABCD ലേടാ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് PA × PB = PC × PD ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെ, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് 2 triangles have the same angles, ഓക്കെ, and their sides are scaled by same factor. അതും പഠിച്ചിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. പക്ഷേ
ഒന്നാമത്തതിന്റെ റീസൺ ആണോ രണ്ടാമത്തത് പറഞ്ഞിരിക്കുന്നത്? അല്ല, അല്ലെ? ഇവിടെ നമ്മൾ ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ സർക്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്, പക്ഷേ രണ്ടെന്ന് പറയുന്നത് ഒന്നിന്റെ റീസൺ അല്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. എവിടെ 1 മാർക്ക് കിട്ടിയ 1 മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നും ആൻഡ് ഇത് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. വന്നതൊന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക, വെറുതെ ഒരു രസത്തിന്. ചിലപ്പോൾ അതിൽ കൂടുതൽ മാർക്കൊക്കെ വരും കേട്ടോ. വന്നാലോ നമുക്ക് നോക്കിയേക്കാം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചാൻസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബോക്സ് കണ്ടെയ്ൻ, ഒരു ബോക്സിൽ വൈറ്റ് ബീഡ്സ് 12 എണ്ണം ഉണ്ട്, ബ്ലാക്ക് ബീഡ്സ് 8 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സിമ്പിൾ. എന്താണ്? വൈറ്റ് കിട്ടാനായുള്ള സാധ്യത, പി ഓഫ് വൈറ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എഴുതിയേക്കാം. പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ്, വൈറ്റ് ബീഡ് കിട്ടാനായുള്ള സാധ്യത. വൈറ്റ് ബീഡ് 12 എണ്ണം ഉണ്ട്, ടോട്ടൽ ഇവിടെ 20 എണ്ണം ഉണ്ട്. വെട്ടി ചെറുതാക്കുമ്പോൾ 4ൽ 3 തവണ, 4ൽ 5 തവണ. സിമ്പിൾ. 3/5. 1 മാർക്ക് കിട്ടിയേ. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അത് അത്ര എളുപ്പമല്ല, പക്ഷെ നമുക്ക് എളുപ്പമാണ് അല്ലെ? നോക്കാം. ഹൗ മെനി വൈറ്റ് ബീഡ്സ് ഷുഡ് ബി ആഡഡ്? അതായത് ഈ ഒരു ബോക്സിൽ എത്രയോ വൈറ്റ് ബീഡ്സ് കൂടുതൽ ആഡ് ചെയ്തു. 12 ആണ് ഉണ്ടായിരുന്നത്, എത്രയോ കൂടുതൽ ആഡ് ചെയ്തു. ഞാൻ +x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടലിൽ നിന്നും കൂടും അല്ലെ? എക്സ് എത്രയോ വൈറ്റ് ബീഡ്സ്, വൈറ്റ് മുത്തുകൾ കൂടുതൽ കൂട്ടിയപ്പോൾ, ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ ആകെ 20 ഉണ്ടായുള്ളൂ. അതിന് കൂടത്തില്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന്റെ, അതായത് കറുപ്പ് കിട്ടാനായുള്ള സാധ്യത 1/3 ആവണം. നമുക്ക് നോക്കിയേക്കാം. ഇപ്പോ കറുപ്പ് കിട്ടാനായുള്ള സാധ്യത നോക്കിയേ. പി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടണം? ബ്ലാക്ക് 8 എണ്ണം ഉണ്ട്. 8 ടോട്ടൽ ഇപ്പൊ എത്രയുണ്ട്? 20 + x. അത് എത്ര വരണം? 1/3 വരണം. നേരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആൻസർ കിട്ടി അല്ലെ? 8 × 3 = 20 + x. സിമ്പിൾ ആണ്. 8 × 3 24 = 20 + x. +20 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -20. സോ എക്സിന്റെ വാല്യൂ 4. അതായത് 4 വെള്ളമുത്തുകൾ കൂടി കൂട്ടിയാൽ ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി ചാൻസ് 1/3 ആകും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസിൽ നല്ല ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, വളരെ ക്രെഡിറ്റ് കൂടിയ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നോക്കിയേക്കാം. 8ാമത്തെ പദം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 23. ഓക്കെ, അതായത് x8 എന്ന് പറയുന്നത് 23 ആണെന്ന് പറയുന്നുണ്ട്. x8 എന്ന് പറയുന്നത് 23 ആണ്. ആൻഡ് x11, അതായത് 11ാമത്തെ ടേം എന്ന് പറയുന്നത് 27 ആണ്. ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മിസ് ഒന്ന് പറഞ്ഞോട്ടെ, പല മെത്തേഡ്സിൽ ആൻസർ ചെയ്യാൻ കഴിയൂട്ടോ. അയ്യോ ഞാൻ ഇങ്ങനെയല്ല ചെയ്തത് മിസ്, എൻ്റെ തെറ്റിപ്പോയി, എനിക്ക് മാർക്ക് കിട്ടില്ലേ? ടെൻഷൻ ഒന്നും വേണ്ട. പല സ്കൂളുകളിലും പല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ യൂസ് ചെയ്തും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ട്. നോ പ്രോബ്ലം. ഫൈനൽ ആൻസർ വന്നിട്ടുണ്ടോ നോക്കാം. നിങ്ങളെ പഠിപ്പിച്ച രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഉറപ്പായിട്ട് മാർക്ക് തരും. ഓക്കെ, അപ്പൊ നോക്കിക്കാം. 5ാമത്തെ പദം കണ്ടുപിടിക്കുക, അതായത് x5 കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? x8ൽ നിന്നും, അതായത് 8ാം പദത്തിൽ നിന്നും എത്ര മൈനസ് ചെയ്യണം? 3 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് x എത്ര കിട്ടും? 5. 5ാമത്തെ പദം കിട്ടും. പക്ഷേ കോമൺ ഡിഫറൻസ് അറിയാവോ? ഇല്ല. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. xn - xm / n - m. ഓക്കെ, xn എന്ന് പറയുന്നത് എത്രയാണ്? x11 - x8 / 11 - 8. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ആൻസർ ഡയറക്റ്റ് ചെയ്തുവാണേ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4/3 കിട്ടും കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഞാൻ കാൽക്കുലേഷൻസ് ഫുള്ള് കാണിക്കുന്നില്ല. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആൻസർ കിട്ടി. കോമൺ ഡിഫറൻസ് 4/3. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആൻസർ വരുന്നത്, ആൻസർ കൂടി ഒന്ന് പറഞ്ഞേക്കാം. x5 എന്ന് പറയുന്നത് 19 ആണ് കേട്ടോ ആൻസർ വരുന്നത്. ആൻസർ മിസ് എല്ലാത്തിൻ്റെയും ഫൈനൽ ആൻസർ പറയാം കേട്ടോ. സ്റ്റെപ്സ് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു. ഐഡിയയും തരാം, മെത്തേഡും തരാം. ഓക്കെ, അപ്പോൾ x5 കിട്ടി. ഇനി x17 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഫുള്ള് നമ്മൾ ക്ലാസ് എടുക്കത്തില്ല, അതുപോലെ തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, x17 എന്ന് പറഞ്ഞാൽ ഈ 11ൻ്റെ കൂടെ 6 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അല്ലേ? x11 + 6 കോമൺ ഡിഫറൻസ് കട്ട് ചെയ്ത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. /3 ആണ്. 6ൽ 2 തവണ വെട്ടിക്കളയാം. ആൻഡ് ഇവൻ്റെ ആൻസർ വന്നിട്ട് 35 കേട്ടോ. കിട്ടിയായിരുന്നു ഇതൊക്കെ. ഓക്കെ, 35. ഇനി നമുക്ക് എന്താണ് സം കണ്ടുപിടിക്കാം. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സം ഇസ് ഈക്വൽ ടു, ആൻഡ് ഇവിടെ ഫസ്റ്റ് ടൈം അറിയില്ല, ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം കിട്ടുന്നത് എഫ് കിട്ടുന്നത് 41/3 ആണ് കേട്ടോ. എഫ് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ഓക്കെ, ഇവിടെ n/2 × 2f + n - 1 × d വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ. ഓക്കെ, സമ്മിന്റെ ഫൈനൽ ആൻസർ വരുന്നത് 696 കേട്ടോ. സം അഥവാ തുക കിട്ടുന്നത് 696 ആണ്. ഫസ്റ്റ് ടൈം നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്?
കോമൺ ഡിഫറൻസും x5 അറിയാം, മൈനസ് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. 41/3 ഫസ്റ്റ് ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. 4 മാർക്കിന്റെ നല്ല ചോദ്യമായിരുന്നു. ഇനി 11ാമത്തെ, എടാ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അതായത് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഇത് വൈക്ക് പാരലൽ ആണ്, അപ്പോൾ എക്സ് സെയിം ആയിരിക്കും 6. ഇത് എക്സിന് പാരലൽ ആണ്, സോ വൈ സെയിം ആയിരിക്കും. വൈ ഇവിടെ എത്ര 1, അപ്പോൾ 6 1 ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കണ്ടുപിടിക്കാലോ. ഇത് ആർക്ക് പാരലൽ ആണ്? വൈക്ക് പാരലൽ ആണ്, അല്ലെ? പാരലൽ ടു ആക്സസ്, അക്ഷങ്ങൾക്ക് സമാന്തരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈക്ക് പാരലൽ ആണെങ്കിൽ എക്സ് സെയിം ആയിരിക്കും 2. ഇനി ഇത് എക്സിന് സെയിം ആണെങ്കിൽ ഇവിടുത്തെ വൈ സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? 2 4. ഓക്കെ, യെസ്, 2 4. അപ്പോൾ ഈ ഒരു ആൻസർ കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിക്കാണോ അല്ലെ? ഞാൻ നോക്കാം, ഈ ഒരു ആക്സിസ്, ഈ ഒരു അക്ഷം എന്ന് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വൈക്ക് പാരലൽ ആണ്. എന്താണ്? വൈക്ക് പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ എക്സുകൾ സെയിം ആയിരിക്കും. ആൻഡ് ഇവൻ എന്ന് പറയുന്നത് എക്സിന് പാരലൽ ആണ്, അതുകൊണ്ട് ഇവിടുത്തെ വൈകൾ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് കൊണ്ടുണ്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിക്കട്ടെ. 2 1 6 4 ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 4ഉം ആൻഡ് ഇവിടുത്തെ 6ഉം ഇവിടുത്തെ 1ഉം അല്ലേ? അതായത് 2 4 2 4 6 1 6 1 ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി, നോ പ്രോബ്ലം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയഗണൽസ്, ലെങ്ത് ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കുക. നമുക്കറിയാം രണ്ടുപേരുടെയും ഡയഗണലിന്റെ ലെങ്ത് റെക്ടാങ്കിളിന്റെ സെയിം ആയിരിക്കും. എ സി എന്ന് പറഞ്ഞാലും ബി ഡി എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. നമുക്ക് നേരെ 2 പോയിന്റ്സ് ആരെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എ സി എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിന് x1 y1, സി എന്ന് പറയുന്ന പോയിന്റിന് x2 y2 എന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഫൈനൽ ആൻസർ വരുന്നത് 5 യൂണിറ്റ്സ്. അതായത് ഡയഗണൽസിന്റെ ലെങ്ത് 5 കിട്ടുന്നത്. സെറ്റ്. ഇനി കഴിഞ്ഞു അല്ലേ? അത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ സെക്ഷൻ സി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 മാർക്കിന്റെ ചോദ്യം 3 മാർക്ക് കിട്ടിക്കാണും. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇനി എടാ ഈ ക്വസ്റ്റനും ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മിഡ് പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ 2 പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. മിഡ് പോയിന്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പാരലലോഗ്രാം വെച്ചിട്ടും ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇതൊരു പാരലലോഗ്രാം കിട്ടിയല്ലോ, സമാന്തരികം കിട്ടിയല്ലോ. ഒരു പാരലലോഗ്രാം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെ 3 വെർട്ടെക്സ് എന്നാൽ 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടുത്തെ എക്സും കൂട്ടിയിട്ട് ഇവിടുത്തെ എക്സ് മൈനസ് ചെയ്യണം. 4 + 5 എത്രയാണ്? 9. 9 - 6 3. ഇനി 3 + 2 5. 5 - 6 -1. സിമ്പിൾ അല്ലെ? അതുപോലെ തന്നെ പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ അടുത്തതും കണ്ടുപിടിക്കാം. നിങ്ങൾ ചിലപ്പോൾ ചില കുട്ടികൾ മിഡ് പോയിന്റ് വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിൾ ഈ ഒരു മെത്തേഡ് ആണ് കേട്ടോ. മിഡ് പോയിന്റ് വെച്ച് ചെയ്താൽ സമയം പോകും, സ്റ്റെപ്സ് കൂടും. ഇതാണ് ഏറ്റവും സിമ്പിള്. ഇവിടെ നോക്കാം, ഇവിടുത്തെ എക്സുകൾ തമ്മിൽ കൂട്ടാം. ആരാണ് എക്സുകൾ തമ്മിൽ? 6 + 5 11. 11 - 4 എത്രയാണ്? 7. ഇനി 6 + 2 8. 8 - 3 5. 7 5. യെസ്, 7 5 1. അതുപോലെ തന്നെ അടുത്ത പാരലലോഗ്രാം നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു പാരലലോഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സും കൂട്ടുക. ഇത് അറിയാവുന്ന കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ 4 + 6 10. 10 - 5 5. ഇവിടുത്തെ എക്സും കൂട്ടാം. 3 + 6 9. 9 - 2 എത്രയാണ്? 7. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കാണുമല്ലോ, കിട്ടിക്കാണും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ഓക്കെ, 3 മാർക്കിന്റെ ചോദ്യം സിമ്പിൾ ആയിട്ട് 3 മാർക്ക് നമുക്ക് കീശയിലാക്കാം അല്ലെ? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെന്റർ ഒറിജിൻ. ഓക്കെ, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന്റെ എന്താണ് സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഓക്കെ, സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. റേഡിയസ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ 0 അല്ലെ? 0 0 ആണെന്ന് അറിയാം. ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് 5 ആണെന്നും അറിയാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്. ഓക്കെ, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് ഈ 2 പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ വൈ ആക്സിസിന്റെ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ 0 ആണ്. എക്സ് എന്ന് പറയുന്നത് റേഡിയസ്, അതായത് 5 ആയിരിക്കും. 5/0. സെറ്റ് ആണല്ലോ? ഇപ്പുറത്തേക്കാണെങ്കിൽ -5/0. സെറ്റ് അല്ലേടാ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 2 എന്ന് പറയുന്നത് സർക്കിളിൽ ഒരു പോയിന്റ് ആണോ? എന്തുകൊണ്ട്? സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ ഈ ഒരു സെന്ററിൽ നിന്നും 3 2ലേക്കുള്ള ദൂരം എത്ര വരണം? റേഡിയസ് 5 തന്നെ വരണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ 3 2 ആട്ടോ ചെക്ക് ചെയ്യേണ്ടത്. ഒറിജിനിൽ നിന്നുള്ള അകലമാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഇക്വേഷൻ x² + y². സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. x² എന്ന് പറഞ്ഞാൽ 3² + y² എന്ന് പറഞ്ഞാൽ 2². ദാറ്റ് ഈസ് 9 + 4 √13. 5 ആണോ കിട്ടിയത്? √13 കിട്ടിയത്. സോ റേഡിയസ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇതിലെ അല്ലെ എന്താണ് 3 2 ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദി സർക്കിൾ.
കാരണം നമുക്ക് റേഡിയസ് 5 ആണ്. 5-നേക്കാളും അല്ലെങ്കിൽ 5 എന്ന് പറയുന്നതല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, √13 വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഗ്രേറ്റർ ലെസ് ദാൻ എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 5 അല്ല, റേഡിയസിനോട് ഈക്വൽ അല്ല കിട്ടിയത്. സോ ഇതിലെ പോയിന്റ് അല്ല, സിമ്പിൾ. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് അനദർ പോയിന്റ്. അതായത് ഈ വൃത്തത്തിലെ വേറൊരു പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? രണ്ട് ആക്സിസ് അല്ലെ, എക്സ് ആക്സിസിലുള്ള 2 പോയിന്റ് കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ വൈ ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിച്ചുകൂടി? പറ്റൂല. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നോട്ട് ഓൺ ദി ആക്സസ്. ആക്സസിൽ വരാത്ത, അതായത് ഇവിടെ എവിടെയെങ്കിലും വരുന്ന വേറൊരു പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം, ആ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ സർക്കിളിലെ ആ ഒരു പോയിന്റിലേക്ക്, വൃത്തത്തിലെ ആ ബിന്ദുവിലേക്ക് എന്താണ് ഒറിജിൻ, ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം എത്രയായിരിക്കാം? 5 കിട്ടണം, റേഡിയസ് കിട്ടണം. സിമ്പിൾ ആണ് കേട്ടോ. 5 എന്ന് പറഞ്ഞാൽ 25. നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3, 4 എന്ന് ഡയറക്റ്റ് ചെയ്താം. എങ്ങനെ മനസ്സിലായി? അതായത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 5 കിട്ടേണ്ടത്. √3² + 4², 3, 4, 5 നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ അറിയാം. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. √9 + 16 എത്ര വന്നു? √25, അതായത് 5 വന്നു. അതായത് 0-ൽ നിന്ന് 3, 4-ലേക്കുള്ള അകലം 5 ആണ്, അതായത് റേഡിയസ് ആണ്. സോ നമുക്ക് കറക്റ്റ് ആയി തന്നെ കിട്ടും. ഇനി അപ്പൊ 3, 4 ആണ് അതിന്റെ ആൻസർ വരുന്നത്. അത് ചിന്തിച്ചൊന്ന് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇവിടെ നോക്കി, പോയിന്റ്, അനദർ പോയിന്റ് ഓൺ ദി സർക്കിൾ. വൃത്തത്തിലൊരു ബിന്ദു കണ്ടുപിടിക്കണം, പക്ഷേ ആക്സസിലായിരിക്കരുത്, അക്ഷത്തിലായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. 13-ലെ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം, ഇന്നലെയോ മിനിയെന്നാളോ എന്തോ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയേക്കാം. എ ബി എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ഞാൻ അതൊന്ന് വരച്ചോട്ടെ. യെസ്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആൻഡ് ഇത് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, 60 ഡിഗ്രി. ആൻഡ് എ എന്ന് പറയുന്ന ആൾ തന്നിട്ടുണ്ട്, താഴേക്ക് ബി വന്നിട്ടുണ്ട്. ഓക്കെ, ഒ ആണ്. ഈ ഒരു പോയിന്റ് 4, 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കോർഡിനേറ്റ് ഓഫ് എയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഞാൻ എന്താ ഇവർ നേരെ അങ്ങ് യോജിപ്പിച്ചു. ഓക്കെ, എനിക്ക് ഈ റേഡിയസ് ഓൾറെഡി അറിയാം. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4, 0. അപ്പൊ 4 ആണ് റേഡിയസ്, അതായത് എക്സിന്റെ വ്യത്യാസം 4 ആണെന്ന് അറിയാം. ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണല്ലോ. നേരെ റേഷ്യോയിലേക്ക് ഇട്ട് കൊടുക്കാം. 30, 60, 90, 1:√3:2. 90-ന് ഓപ്പോസിറ്റ് ആണ് 4, അതായത് 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എല്ലാവരെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. കിട്ടിക്കാണോ അല്ലേ? ഞാനത് കൂടുതൽ സ്റ്റെപ്പിലോട്ട് പോകുന്നില്ല കേട്ടോ. അതായത് 30-ന് ഓപ്പോസിറ്റ് 2, ഇവിടെ 60-ന് ഓപ്പോസിറ്റ് 2√2 വന്നു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? എക്സിന്റെ അകലം 2 അല്ലെ, 2. ആൻഡ് വൈയുടെ അകലം എത്രയാണ്? 2√2. സോ 2,2√2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 2√2 അല്ല കേട്ടോ, 2√3 ഞാൻ എടുത്ത് ഇതിപ്പോൾ വിട്ടുപോയി. ഓക്കെ, 2√3 സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും, പക്ഷേ ഇവിടെ എക്സ് അല്ലെ. ബി എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത്, എന്താ ഇവിടെയാണ് വൈ കോർഡിനേറ്റ് വന്നിരിക്കുന്നത്. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എക്സ് നെഗറ്റീവ് ആണ്, താഴേക്ക് വൈ വരുമ്പോൾ നെഗറ്റീവ് ആണ്. സെയിം എന്താണ് കോർഡിനേറ്റ് തന്നെ, മൈനസ് വരുന്നുള്ളൂ കേട്ടോ. കിട്ടിയല്ലോ, സെറ്റ് അല്ലേ? ഇനി അടുത്തത് ഭയങ്കര സിമ്പിൾ. ലെങ്ത് ഓഫ് ലൈൻ എ ബി. എയിൽ നിന്ന് 0-ൽ നിന്ന് എയിലേക്ക്, അതായത് അവന്റെ റേഡിയസ് 4 ആണ്. ഒയിൽ നിന്ന് ബിയിലേക്കും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെ അല്ലേ, 4 അല്ലേ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ 4 + 4 8 ആണ് ആൻസർ വരുന്നത്. ഇത് സില്ലി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ചെയ്ത് കാണുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14-ാമത്തെ ക്വസ്റ്റ്യൻ. എടാ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഒരു 3 ടൈപ്പ് സെയിം വരച്ചിട്ട് കോർഡിലാറ്ററിന്റെ പേര് കൊടുക്കുക, ആ കോർഡിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ലൈവിൽ ഒരു 3 ക്വസ്റ്റ്യൻസോ 2-3 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ വരച്ച് സ്ക്രീനിലൊക്കെ കാണിച്ച് ഓർമ്മയുണ്ടോ? എവിടെ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് വരയ്ക്കുക. ഈ 4 പോയിന്റ്സും അടയാളപ്പെടുത്തുക. ഓക്കെ, പോയിന്റ്സ് അടയാളപ്പെടുത്താൻ അറിയാം. എക്സ് കോർഡിനേറ്റ് എക്സ് നോക്കുക, വൈ നോക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആണ്. കിട്ടിയായിരുന്ന പാരലലോഗ്രാം ഇവരെ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കണം. പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം, അതിന്റെ യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് എത്ര ദൂരം വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ കിട്ടുന്നത് ഞാൻ വരച്ച് കാണിക്കുന്നില്ല. ഇവിടെ കിട്ടുന്നത് ബേസ് 4-ഉം ഹൈറ്റ് 4-ഉം ആണ്. സോ ബേസ് 5-ഉം ഹൈറ്റ് 4-ഉം ആണ്. സോ ഏരിയ 20 യൂണിറ്റ് സ്ക്വയർ ആണ്. എത്ര പേർക്ക് കിട്ടി നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ വരക്കുന്നില്ല കേട്ടോ. ഇവിടെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. എത്ര 4 മാർക്കിനായിരുന്നു തോന്നുന്നു. ഓക്കെ, 4 മാർക്കിന്റെ 14-ാമത്തെ. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇത് ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത് ഷുവർ ക്വസ്റ്റൻ ആയിരുന്നു. ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ, മനോഹരമായൊരു ക്വസ്റ്റ്യൻ. അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നും, അതായത് 1 + 2 + 3 + 4 + അതായത് 30 വരെയും ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. യെസ്, സം എന്ന് പറയുന്നത് n = n × n + 1/2. സിമ്പിൾ ആയിട്ട് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 കൊടുക്കുക. അപ്പോൾ ആൻസർ വന്നിട്ട് 465 വരും കേട്ടോ.
465 ഒന്നാമത്തത് n+1/2 n എന്ന് പറയുന്നത് 30 കൊടുക്കണം. ഇനി ഓൾജിബ്രക് ഫോം കണ്ടുപിടിക്കാനായിട്ടാണ്. ഓൾജിബ്രക് ഫോം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 30 ടേംസിന്റെ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2n+1 ആണ്. കോമൺ ഡിഫറൻസ് പറഞ്ഞു എന്നിന്റെ കൂടെയുള്ള നമ്പർ 2 ആണ്. ആൻഡ് നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ നോക്കാം. dn is equal to എത്രയാണ്? 2n+1 ആണ്. സോറി, xn is equal to 2n+1 ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും d കിട്ടി അല്ലെ? ദാറ്റ് ഈസ് dn പ്ലസ് f മൈനസ് d. dn ഡിയുടെ സ്ഥാനത്ത് 2 ആണ്. കോമൺ ഡിഫറൻസ് കിട്ടി. f മൈനസ് d ആണ് 1. ഓക്കെ, എഫ് മൈനസ് ഡിയുടെ സ്ഥാനത്ത് 1 ആണ് കിടക്കുന്നത്. എഫ് കിട്ടണം. എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഈക്വൽ ടു 1. പ്ലസ് 2 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 വന്നു. സ്പീഡ് ആവുന്നുണ്ടോ? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ സമ്മിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ വന്നിട്ട് 960 വരും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ സ്റ്റെപ്സ് മാത്രമേ മിസ് പറഞ്ഞു തരുന്നുള്ളൂ. നമുക്ക് ഫൈനൽ ആൻസർ വന്നത് സെക്കൻഡ് സബ് ക്വസ്റ്റിൻ്റെ 960 ഫസ്റ്റിൻ്റെ 465 ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 27 ക്വസ്റ്റ്യൻസും ചെയ്ത് ഫുള്ള് ഡീറ്റെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ആൻസർ ഒന്ന് നോക്കണം, ചെയ്തിരിക്കുന്ന ഐഡിയാസൊക്കെ കറക്റ്റ് ആയിരുന്നോ എന്ന് നോക്കണം അല്ലേ, ഒരു ആശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. യെസ്, 16ാമത്തെ സബ് ക്വസ്റ്റ്യൻ എ ഉണ്ട്. വീണ്ടും അരിത്തമെറ്റിക് സീക്വൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾജിബ്രക് ഫോം കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് 6, 10, 14. ഓക്കെ, ഓൾജിബ്രക് ഫോം അതായത് ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 - 6 4 ആണ്. എഫ് എന്ന് പറയുന്നത് 6 തന്നിട്ടുണ്ട്. എന്താണ്? എച്ച് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഡിയും എഫും അറിയാം. സോ എച്ച് എൻ ആൻസർ വന്നിട്ട് 4n+2 എന്ന് വരും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റിൻ്റെ ആൻസർ 4n+2. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ, സം കണ്ടുപിടിക്കാൻ ഇവിടെ എസ് എൻ ഈസ് ഈക്വൽ ടു pn² + qn ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിയും ക്യൂവും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ സൈഡിൽ എഴുതി വെക്കുക. ഡി എന്ന് പറയുന്നത് 2 × p ആണ്. ക്യൂ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിത് എഴുതി കാണിച്ചു തരാം, ഫുള്ള് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പോളിനോമിയൽ അഥവാ സെക്കൻഡ് ഡിഗ്രി കൂടി മിക്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാം. എസ് എൻ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് സം എത്രയാണ്? 880 ഈസ് ഈക്വൽ ടു പി എൻ. പി എന്ന് പറയുന്നത് 2 കിട്ടും കേട്ടോ, ഞാൻ അവിടെ ചെയ്യുന്നില്ല. അതായത് 2n² + qn. ക്യൂ എന്ന് പറയുന്നത് 4n. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ നോക്കാം. പ്ലസ് 880 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു 2n² + 4n പ്ലസ് എന്നുള്ളത് -880 ആയി. അതായത് ഇവിടെ ഇതാ നോക്കിക്കേ, ഒരു പോളിനോമിയൽ അല്ലേ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് എന്ത് കൊടുക്കാം? p² - 4ac/2 നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ x ഈസ് ഈക്വൽ ടുവിന് പകരം n² ആണ് വന്നിരിക്കുന്നത്. സോ n ഈസ് ഈക്വൽ ടു -b ± √b² - 4ac/2. a എന്ന് പറഞ്ഞാൽ n² കോയിഫിഷ്യൻ, ബി എന്ന് പറഞ്ഞാൽ 4, സി എന്ന് പറഞ്ഞാൽ മൈനസ് എത്രയാണ്? 880. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആൻസർ വരും. ഞാൻ ആൻസർ ഒന്ന് തന്നേക്കാം. n എന്ന് പറയുന്നത് 20 വരും, n എന്ന് പറയുന്നത് -22 വരും. നെഗറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റൂല. സോ ആൻസർ ഈസ് 20. കുറച്ചധികം പേർക്ക് കിട്ടി കാണുക. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ മെത്തേഡ്സിൽ ചെയ്തവർക്കും കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെ ആൻസർ വന്നിട്ടുണ്ട് എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, 17ാമത്തെ ചോദ്യം. ഒരു മിനിറ്റ് മക്കളെ. 17. യെസ്, അയ്യോ 17 അല്ലല്ലോ. അതാണ് ഞാൻ നോക്കിയിരുന്നത്. ഓക്കെ, ഓപ്ഷൻ സബ് ക്വസ്റ്റ്യൻ ബി ഉണ്ട് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 30 ആൻഡ് ദെയർ പ്രൊഡക്റ്റ്. ഓക്കെ, സമ്മും പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ത് ചെയ്യണം? ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് നമ്പർ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സെക്കൻഡ് നമ്പർ രണ്ടുപേരെയും കൂട്ടുമ്പോൾ 30 ആണ്. ആദ്യത്തെ ആൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആൾ 30 - x ആണ്. ആൻഡ് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 216 കിട്ടും. അതായത് x × 30 - x, ആ 2 നമ്പേഴ്സും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 216 കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x × 30x, x × -x -x² is equal to 216. x² നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നിർത്തണം. സോ ഇവരെല്ലാവരെയും ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊടുക്കുന്നു. -x² എന്താകും? +x². +30x എന്താകും? -30x. പിന്നെ ഇവിടെ ഓൾറെഡി ഒരാളുണ്ട്. ആരാണ്? +216. വീണ്ടും ഒരു സെക്കൻഡ് ഡിഗ്രി കിട്ടി.
എന്തിലിട്ട് കൊടുക്കാം? എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും. ആൻസർ വന്നിട്ട് നമ്പേഴ്സ് 18ഉം 12ഉം ആണ് കേട്ടോ ആൻസർ വരുന്നത്. 18ഉം 12ഉം കിട്ടിയവരുണ്ടെന്ന് കരുതുന്നു. നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18ഉം 12ഉം ആ നമ്പേഴ്സ് സംഖ്യകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാം റിലേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1-2 വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇവനെ പ്രതീക്ഷിക്കാം എന്തെങ്കിലും മോഡലിലും അതുപോലെ തന്നെ SSLCക്കും. ഓക്കെ, ക്ഷീണിച്ച എല്ലാവരും ഇല്ലല്ലോ അല്ലേ? ഇല്ല, സെറ്റാണ്. അപ്പോൾ അതാ കഴിയാറായിട്ടോ. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ അല്ലേ? ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സാർ ഇവിടെ ചിരിക്കുന്നു, 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ എന്ന്. സാറെ തകർത്ത് എഴുതിയിട്ടുണ്ടാവും. കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്ത അത്രയും ടഫ്നെസ് ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞതുപോലെ റിവിഷന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു. കുറച്ചധികം മോർ ക്വസ്റ്റ്യൻസ് ചെയ്തു. എല്ലാ ദിവസവും മോർ ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്ടൺസിലെ റിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് അവർക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരുമായിട്ട്, എല്ലാ ക്വസ്റ്റ്യൻസ് ആയിട്ട്. അതുകൊണ്ട് അതിനേക്കാൾ വലുത് വന്നാലും നമ്മൾ താഴത്തില്ല അല്ലേ, നമ്മൾ തകരത്തില്ല, തകർത്തിട്ടുണ്ടാവും എക്സാം എന്ന് കരുതുന്നു. ഓക്കെ, യെസ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ബെറ്റ് വെച്ചല്ലേ, ഒരു മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ബെറ്റ് വെച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടേ ആദ്യം നോക്കിയത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഇത് ഉണ്ടോ എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നോക്കിയത്. കാരണം ഒരു മന്തിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സാറേ. ഞങ്ങൾ നമ്മുടെ ഓഫ്ലൈൻ സെന്ററിലെ കുട്ടികളായിട്ട് ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് എന്തായാലും വരും റിവിഷൻ ക്ലാസ്സിൽ. അപ്പോൾ അവർ പറഞ്ഞു വന്നില്ലെങ്കിലോ. ഞാൻ പറഞ്ഞു അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ഓഫർ ചെയ്തേ, വന്നില്ലെങ്കിൽ മിസ്സിന് ഞങ്ങൾക്ക് മന്തി മേടിച്ചു തരുന്നു. എൻ്റെ ഒരു മന്തി സേവായി. ഓക്കെ, അപ്പോൾ എനിക്കൊരു മന്തി വൈകാതെ തന്നെ കിട്ടും എന്ന് കരുതുന്നു. കാണുന്നുണ്ടെങ്കിൽ യെസ്. ആൻഡ് നമുക്ക് നോക്കാം, ആൻസറിലോട്ട് വരാം. 17ാമത്തെ ചോദ്യം. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് ഇതാ സിമ്പിൾ. നേരെ ഇവനെ x² മൈനസ് 9x മൈനസ് 36 എന്തിലേക്ക് ഇട്ട് കൊടുക്കുക? x is equal to മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതെല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു പോയിട്ടുണ്ട് എല്ലാവരും. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. x is equal to 12, x is equal to -3. ഇങ്ങനെയാണ് ഉത്തരം വരിക. മിസ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് സാർമാരും ടീച്ചേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുക. 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതി നിർത്തിയത് ഈ ഒരു 12നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. +12 എന്താകും? -12 ആകും. അതുപോലെ തന്നെ -3 എന്ന് പറയുന്നത് +3 ആകും. ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? x -12 ഇൻറ്റു x +3 ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ മിസ് പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതണം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് കിട്ടണമെങ്കിൽ എക്സ് എത്രയായിട്ട് എടുക്കണം എന്ന്. അതായത് ഇതില്ലേടാ എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ, അത് തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അതായത് x is equal to 12 ആൻഡ് x is equal to -13. നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. നേരെ എടുത്ത് എഴുതിയാൽ മതി, ഒരു മാർക്ക് നേരെ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18 ക്വസ്റ്റ്യൻ ആയല്ലേ? ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ഓഫ് 2 എടാ ഇത് നമ്മളെ തെറ്റിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറൊന്നുമല്ല, ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബേസും ഓൾട്ടിറ്റ്യൂഡാണ്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ 7 സെൻറ്റിമീറ്റർ. എന്താ തന്നിരിക്കുന്നത്? സമ്മൊന്നല്ല തന്നിരിക്കുന്നത്, ഡിഫറൻസ്, അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരെണ്ണം എക്സ് ആണെങ്കിൽ ഇവൻ x-7 എന്നാണ് എടുക്കേണ്ടത്. ആരെങ്കിലും തെറ്റിച്ചായിരുന്ന മക്കളെ? ഓക്കെ, ഇവിടെ ഡിഫറൻസ് സാധാരണ നമുക്ക് സമ്മാണ് തരാറ്. ഇവിടെ ഡിഫറൻസ് ആയതുകൊണ്ട് ഇതിൻ്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. x-7 എടുക്കണം. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് 60 ആണ്. എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? ഹാഫ് BH ആണ് ഈ 60. ഈ ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ B × H 6 × H എന്നായി പോയി. B × H എന്ന് പറയുന്നത് ഇൻറ്റു 2, അതായത് 120 വരും. ബേസ് എത്രയായിട്ട് എടുത്തിട്ടുണ്ട്? എത്രയാണ്? x ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് x-7 ആണ് 120. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x ഇൻറ്റു x² x ഇൻറ്റു -7x. ഇനി ഈ +120 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -120 is equal to 0. വീണ്ടും എന്ത് ചെയ്യാം? x is equal to എന്തോരം ക്വസ്റ്റ്യൻസ് ആണല്ലേ? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഇനി ചില കുട്ടികളെ
കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് B²-4AC പകരം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, വർഗം തികക്കൽ, അതുപോലെ തന്നെ എന്താണ് A-B ഹോൾ സ്ക്വയർ = A+B ഹോൾ സ്ക്വയർ -4AB വെച്ച് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായ? ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് ഒക്കെ എന്താണ് ഉണ്ടാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അത് നോക്കണം കേട്ടോ, കണ്ടീഷൻസ് നോക്കണം, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഓക്കെ. യെസ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് വരുന്നത് x= ഇത് ഞാൻ കളഞ്ഞോട്ടെ, B²-4AC ചെയ്യണേ. x= ആൻസർ നമുക്ക് 2 വരും, 15 വരും, -8 വരും. മൈനസ് എടുക്കില്ല, നമ്മൾ അളവുകളൊന്നും നെഗറ്റീവ് പറയാറില്ല അല്ലേ. നെഗറ്റീവ് 10 സെന്റിമീറ്റർ എന്ന് പറയോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ നെഗറ്റീവ് 8 എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് x എന്ന് പറയുന്നത്, ഞാൻ മാറ്റും കളഞ്ഞല്ലേ, സോറി ഇടാം. x എന്ന് പറയുന്നത് എന്താണ്? ബേസ്, അത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവൻ എന്ന് പറയുന്നത് x-7 ആയിട്ടാണ് എടുത്തത്, അതായത് 8 കിട്ടും. അത് 15 - 7, ഇവൻ 8 കിട്ടി. നമ്മളോട് കാൽക്കുലേറ്റ് ദി സൈഡ്സ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ, എല്ലാ സൈഡും കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസും കൂടി വേണം അല്ലെ. ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷൻ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അതായത് 15 സ്ക്വയർ പ്ലസ് 8 ദാറ്റ് ഈസ് √289. എത്ര വന്ന്? 17 എന്ന് വരും. ഓക്കെ, അപ്പോൾ സൈഡുകൾ എത്രയൊക്കെയാണ്? 8, 15, 17. സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പ്രൂവ് ദാറ്റ്. എടാ ഇത് ഓർമ്മയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ലൈവിൽ ഞാനത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നിങ്ങളോടൊന്ന് നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എനിക്കൊന്ന് ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ആരോ പ്രൂഫ് ക്വസ്റ്റ്യൻ ഏത് വരും മിസ്സെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചുമ്മാ മനസ്സിലൊന്ന് വന്നായിരുന്നു, ഇത് വരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ ആരാണ്, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആരോ അവൻ്റെ പേര് വിട്ടുപോയി. അവൻ എന്നോട് മിസ്സേ ഇതിൻ്റെ എങ്ങനെയാണ് പ്രൂഫ് എന്ന് ചോദിച്ച് പഠിച്ചിട്ട് പോയി ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി. എന്തായാലും അവനും നന്നായിട്ട് തന്നെ എഴുതി കരുതുന്നു. സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പുറത്ത് നിന്ന് P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. Pയിൽ നിന്നും വൃത്തത്തിലേക്ക്, സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരച്ചിട്ടുണ്ട് AB. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യണം. സിമ്പിൾ ആണ്. ഇതാ നോക്കാം. ഞാൻ സെന്ററിലേക്ക് ഇവനെ ജോയിൻ ചെയ്തു. സെന്റർ ആണ്. OP ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് ഇട്ടിട്ടുണ്ട്. 1, 2. 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ 2 ത്രികോണങ്ങളും നമുക്ക് ഈക്വൽ ആണ്, കോൺഗ്രുവൻ്റ് ആണ്, നമുക്ക് തെളിയിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം. പേനയ്ക്ക് പകരം റബ്ബർ എടുത്താൽ ഇതുപോലെ ഇരിക്കും. വീണ്ടും ഓക്കെ, 1 മിനിറ്റടാ. എൻ്റെ കഷ്ടപ്പാടൊക്കെ പോയല്ലോ. കുഴപ്പമില്ല, നമുക്ക് വരച്ചെടുക്കാം. ഇതൊരു ഭംഗിയില്ലല്ലേ, ഞാൻ ഒന്നും കൂടി വരക്കാം. ഈശ്വര, സമയം പോകുന്നത്. ഓക്കെ, ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്സ് കുറച്ചത്. അപ്പോൾ ഞാനായിട്ട് തന്നെ റബ്ബർ വെച്ച് വായിച്ചു. ഓക്കെ, ഇപ്പോൾ സൂപ്പറായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. OA, OB രണ്ടുപേരിലെയും റേഡിയസ് ആണ്, ആരമാണ്, ഈക്വൽ ആണ്. OP എന്ന് പറയുന്നത് കോമൺ സൈഡ് ആണ്. റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. അതായത് RHS കോൺഗ്രുവൻസി റൂൾ പ്രകാരം അല്ലേ, റൈറ്റ് അല്ലെ, RHS കോൺഗ്രുവൻസി റൂൾസ് പ്രകാരം എന്താടാ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അങ്ങ് വെച്ച് തകർക്കുക. പോയിന്റ് കറക്റ്റായിട്ട് എഴുതണം. 2 ട്രയാങ്കിൾസ് എല്ലാം കൺസിഡർ ചെയ്ത് OP ഈക്വൽ OP കോമൺ സൈഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതുക. പ്രൂവ് ചെയ്യുക. ഹെൻസ് പ്രൂവ്ഡ്. സ്റ്റെപ്സ് മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രൂഫ്. ഇനി അടുത്തതും സിമ്പിൾ ക്വസ്റ്റ്യൻ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. ഓക്കെ, ഇൻസർക്കിൾ ഉണ്ട്, സർക്കം സർക്കിൾ ഉണ്ട്. അതായത് ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, ആൻഡ് ട്രയാങ്കിളിൻ്റെ അകത്തും വേറൊരു സർക്കിൾ വന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദി റേഡിയസ് ഓഫ് ഇൻസർക്കിളിന്റെ റേഡിയസ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. ഹാഫ് ദി റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ. അതായത് ഈ സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണോന്ന്. നമുക്കപ്പോൾ ചെറിയതിന്റെ റേഡിയസിന് സ്മോൾ ലെറ്റർ ചെറിയ ആറും വലുതിന്റെ ക്യാപിറ്റൽ ലെറ്റർ ആറും കൊടുക്കാം. ആൻഡ് ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അവന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. 60ന്റെ പകുതി ഇവിടെ 30 ഡിഗ്രി. ഇവിടെ നോക്കിയേ, ഇത് കുഞ്ഞു സർക്കിളിന്റെ റേഡിയസും ടാൻജന്റുമാണ്. മുട്ടിയില്ലല്ലേ? ഓക്കെ, ടാൻജന്റുമാണ്. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പൊ 30, 90 ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് 30 ഡിഗ്രിയുടെ എതിരെ വരുന്ന സൈഡും ഹൈപ്പോട്ടന്യൂസും, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് നോക്കേണ്ടത്. ദാറ്റ് ഈസ് സൈൻ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ 30 എത്രയാണ്? 1/2 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് R ബൈ എത്രയാണ്? അഡ്ജസൻറ്റ് സൈഡ്, അതായത് 6. അതായത് നമുക്ക് കിട്ടിയല്ലോ ഇൻറ്റു R അല്ലേ. നേരെ ക്രോസ് മൾട്ടിപ്ലൈ കഴിഞ്ഞു. 1 × R.
2 ഇൻറ്റു ചെറിയ ആർ 2 ഇൻറ്റു ചെറിയ ആർ 2 ചെറിയ ആർ ഓക്കെ, അതായത് 2r. ഓക്കെ, സെറ്റാണ്. അതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹാഫ് ആണോ? അതെ, ഹാഫ് ആണ്. അല്ലെങ്കിൽ ഡബിൾ ആണെന്ന് നേരത്തെ തിരിച്ചും പറയാം. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ചെയ്ത് കാണുമായിരിക്കും അല്ലേ, ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ഫിഗറെങ്കിലും വരച്ചായിരുന്നോ? ഇൻ സർക്കിൾ ആൻഡ് സർക്കിൾ സർക്കിൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലടാ, നമുക്കത് പ്രൂഫ് ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ, കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും രാവിലെ ക്ലാസ്സിൽ എടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, നോക്കിയിട്ട് പോണോട്ടോ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എഴുതിയാ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയേക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, കോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, മിസ് എന്താ ചിരിച്ചെന്നായിരിക്കും. ഞാനേ ആക്ച്വലി റെക്കോർഡ് ചെയ്യാനായിട്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് സ്റ്റുഡിയോ ലോക്ക് ചെയ്തായിരുന്നു. സാർ ഇപ്പോൾ സ്റ്റുഡിയോ തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റണില്ല. നമ്മ പെട്ടു പോവോ സാറേ? ഓക്കെ, കണ്ണിന്ന് വെള്ളം വന്നു, പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കേടാ, അപ്പോൾ സാർ അവിടെ നിന്ന് മാറി, ചിരി വരുന്നു. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, ലോക്ക് തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റണില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. O എന്ന് പറയുന്ന സെന്റർ ആണ്. A B ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ദാ നോക്കാം, ഓയിൽ നിന്ന് നേരെ ഞാൻ നീട്ടി ഇങ്ങോട്ടേക്ക് വരച്ചു. ദാ CDP. എന്തെങ്കിലും മനസ്സിലേക്ക് വന്നോ ഇപ്പോൾ? എന്താണ്? P × PB = PC × PD. സെറ്റ്. ഇനി ഇത് 2 തന്നിട്ടുണ്ട്, ഇത് 4, ഇത് 3. CO എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഓക്കെ, ഇത് P D. എന്താണ് ഇക്വേഷൻ വരുന്നത്? എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ്. ഓക്കെ, സിമ്പിൾ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. PA × PB = PA × PB = PC × PD. PA എന്ന് പറയുന്നത് 4 ഇൻറ്റു PB എന്ന് പറയുന്നത് 3 = PC. PC എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ 6+2 വരും. ഓക്കെ, ഇനി PD എന്ന് പറഞ്ഞാൽ ഇവനാണ്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ്? റേഡിയസ് ആണ് അല്ലേ? ഇത് റേഡിയസ് ആണെന്ന് അറിയാം. ഞാൻ ആ റൗണ്ട് പോലെ വരച്ചേക്കുന്നുണ്ടോ? ഇവിടെ മുതൽ ഇവിടെ വരെ റേഡിയസ് ആണ്. ആ റേഡിയസ് ഇനി 2 മൈനസ് ചെയ്താൽ ബാക്കി PD കിട്ടൂലേ? അതായത് R-2. 4 ഇൻറ്റു എത്രയാ? 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 വന്നു. ഇനി ഇതാ നോക്കാം, 12 = 4 ഇൻറ്റു 3 P × PB. ഓക്കെ, 12 12 = R+2 × R-2. A + B × A-B. അതായത് എത്രയാണ്? A² - B². ദാറ്റ് ഈസ് 12 = R² - 4. ആ -4 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? -4 12. ഓക്കെ, -4 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +4 ആകും, = R². ദാറ്റ് ഈസ് 12 + 4 16 = R². സോ R = √16. എത്ര? 4. റേഡിയസ് എന്ന് പറയുന്നത് 4 എന്ന് വന്നു. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോൾ ഇതും കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 2. ഞാനേ നോട്ട് ചെയ്ത് വെച്ചതിൽ ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടു, അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയത്. 12 4 × 3 PA × PB = 4². ഓക്കെ, കുഴപ്പമില്ലടാ, കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. റേഡിയസ് അല്ലേ കിട്ടിയത്? ഓക്കെ, 21ാമത്തെ ചോദ്യം. യെസ്, ഇൻ ദി ഫിഗർ ABCD ഒരു റോംബസ് ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് 5 ആണ്. ആൻഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ABO. ഓക്കെ, 40 ഡിഗ്രി അതും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് OA ആൻഡ് OB. OA എന്ന് പറഞ്ഞാലും OB എന്ന് പറഞ്ഞാലും എന്താണ്? നമുക്ക് 2 സൈഡ് അല്ലേ, റോംബസിന്റെ ഡയഗണൽസ് ആണ്. ആ 2 സൈഡും കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ് ട്രിഗണോമെട്രി. നമുക്ക് നേരിതാ ഇവൻ എന്താണ്? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഇനി റോംബസിന്റെ ഡയഗണൽസ് 90 ഡിഗ്രിയിലാണ് കൂട്ടിമുട്ടുന്നത്. അതായത് ഹൈപ്പോട്ടന്യൂസ്. ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 40ന്റെ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നേരെ തിരിച്ചും അല്ലെ, 40ന്റെ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് കർണം തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? സൈൻ 40 ഡിഗ്രിയും കോസ് 40 ഡിഗ്രിയും ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ എല്ലാവരുടെയും എന്ത് തന്നിട്ടുണ്ട്? വാല്യൂസ് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആൻസർ എഴുതുവാണേ. ആൻസർ നമുക്ക് കിട്ടുന്നത് 3.83 വരും. ആൻഡ് 3.21 വരുന്നത്. OA OB വരുന്നത്. ഇനി ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ സെയിം അളവ് തന്നെയായിരിക്കും. OA തന്നെയായിരിക്കും OC, OB തന്നെയായിരിക്കും OD. അതായത് ഇവന്റെ ഡബിൾ എടുത്താൽ മതി, ഇവന്റെയും ഡബിൾ എടുത്താൽ മതി. സോ സെക്കൻഡ് സബ് ക്വസ്റ്റിന്റെ ആൻസർ വന്നിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 7.60 വരും. ഇവന്റെ വരുന്നത് 6.42. ഇൻറ്റു ചെയ്യുമ്പോൾ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് വരുന്നത്.
ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും. കുഴപ്പമില്ല. പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്പർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ റൗണ്ട് ചെയ്ത് എഴുതുന്ന ചില കുട്ടികളുണ്ടാവും അല്ലെ. 0.6 ആണെങ്കിൽ അല്ലെങ്കിൽ 0.66 ആണെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് 7 ആയിട്ട് എഴുതുന്നത് ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ശരി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കോഡിന്റെ ലെങ്ത് 9 തന്നിട്ടുണ്ട്. അവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെ, ആ കോഡിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. AB തന്നെ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ. എന്താണ് ഇക്വേഷൻ? AB is equal to 2R into sin C. C എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്താം. AB എന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്. ഓക്കെ, 9 is equal to 2R into sin C എന്ന് പറയുന്നത് √3/2. 2 2 ക്യാൻസൽ ആയി. 9 is equal to R into √3. 6 റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. √3 ഇപ്പുറത്തോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റു √3 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ √3 is equal to R. ഇങ്ങനെ നമ്മൾ എഴുതാറില്ല. എന്തിൽ എഴുതാറില്ല? ഡിനോമിനേറ്ററിൽ എഴുതാറില്ല. അപ്പോൾ ഈ റൂട്ട് കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? √3 ഡിനോമിനേറ്ററിൽ നിന്ന് കളയാൻ ഇൻറ്റു √3 ചെയ്യണം. അത് തന്നെ മേളിലും ചെയ്യണം. 9 ഇൻറ്റു √3 9 √3 √3 ഇൻറ്റു √3 3. 3ൽ 9 3 തവണ. സോ 3 √3 അല്ലേ? 3 √3 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരുന്നത്. സെറ്റ് ആണല്ലോ. മൂന്നാമത്തെ 3 മാർക്കിന്റെ സിമ്പിൾ നല്ല മനോഹരമായ ചോദ്യമായിരുന്നു. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. PS കണ്ടുപിടിക്കണം. ഓക്കെ, PS കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് 8 ആണ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും ആരാണ്? sin 30. ഓപ്പോസിറ്റ് സൈഡ് PS ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 8. നേരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 സെന്റിമീറ്റർ വരും കേട്ടോ. ഓക്കെ, 4 സെന്റിമീറ്റർ. അപ്പോൾ PS എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ നോക്കി, ഇത് 90, ഇത് 45, ഇവനും 45 ആയിരിക്കും. അപ്പോൾ 45-ന് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഇവിടെ 45-ന് ഓപ്പോസിറ്റ് ഇവനും 4 തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ, കാരണം വേറെ ഒന്നല്ല, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ½ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ബേസ് കണ്ടുപിടിക്കാൻ Q മുതൽ R വരെ വേണം. SR നമ്മളിപ്പോൾ പെട്ടെന്നല്ലേ ചുളുവിൽ അങ്ങ് കണ്ടുപിടിച്ചു 4 ആണെന്ന്. ഇനി H എന്ന് പറയുന്നത് ഹൈറ്റും 4 ആണെന്ന് കിട്ടി. QS അറിയില്ല. QS കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് QS ആൻഡ് ഹൈപ്പോട്ടന്യൂസ് 8. അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വന്നാൽ എന്താണ്? സമീപവശം കർണം വന്നു കഴിഞ്ഞാൽ cos 30 ഡിഗ്രി. cos 30 ഡിഗ്രി ഞാൻ ആൻസർ ചെയ്താൽ, അതായത് QS എന്ന് പറയുന്നത് കിട്ടുന്നത് 4√3 ആണ് കേട്ടോ. 4√3. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ്, നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഇതൊന്നും മിസ് വായിക്കുന്നുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ½ ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ 4√3 പ്ലസ് 4 അല്ലേ? ഫുൾ എടുക്കണം കേട്ടോ, Q മുതൽ R വരെ. H എന്ന് പറയുന്നത് 4. PS നമുക്ക് കൊടുക്കാം ½ ½ ഇൻറ്റു ബേസ് എത്രയാണ്? 4 പ്ലസ് √3 പ്ലസ് 4. ഓക്കെ, ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 4. 2ൽ 4 2 തവണ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 4√3 പ്ലസ് 4. ഇവിടെ നോക്കിയാടാ ബ്രാക്കറ്റിനകത്ത് 2 4 ഉണ്ട്. ഒരു 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ ആണോ? 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. 4 പുറത്തേക്ക് വന്നു. ഇവിടെ 4 പോയാൽ ബാക്കി √3. ഇവിടെ 4 പോയാൽ ഒന്നുമില്ല, അതിനർത്ഥം 1 ഉണ്ടെന്നാണ്. 2 ഇൻറ്റു 4 8 ഇൻറ്റു √3 പ്ലസ് 1 കിട്ടി കാണുമല്ലോ. സെറ്റാണല്ലോ. തിരിഞ്ഞു വന്നാലും കുഴപ്പമില്ല കേട്ടോ, നോ പ്രോബ്ലം. √3 പ്ലസ് 1 ഇൻറ്റു 8 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ചെയ്തിട്ടുണ്ടാവണം, ചെയ്ത് കാണണം, ചെയ്തിരിക്കട്ടെ. അപ്പോൾ നല്ല മാർക്കും കിട്ടട്ടെ. ഓക്കെ, ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിശാലല്ലോ, നിസ്സംശയം അങ്ങനെയല്ലേ പറയാ? നിസ്സംശയം, അതായത് സംശയം ഇല്ലാതെ തന്നെ അല്ലേ? റൈറ്റ്. അപ്പോൾ വേണ്ട, നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. എനിക്ക് നാവ് കുഴയുന്ന, അതായത് നമ്മൾ ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ പറഞ്ഞൊരു ക്വസ്റ്റൻ ആയിരുന്നു. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിഫറൻഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ? സെക്കൻഡ് ഡേ മുതൽ എന്തായാലും ഉണ്ടാകും. അതിൻ്റെ നല്ലൊരു മനോഹരമായൊരു ചോദ്യമായിരുന്നു. ഇതിൻ്റെ ഫൈനൽ ആൻസറും മിസ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്സ് എല്ലാം ചെയ്തു പോകാനായിട്ട് നമുക്ക് 27 ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് ടൈം ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മിസ് ആൻസേഴ്സ് ആൻഡ് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആൻസറും ജസ്റ്റ് നോട്ട് ചെയ്തത് ഒന്ന് ആൻസറും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മിസ് ഇവിടെയും സ്റ്റെപ്സ് പറഞ്ഞു തരാം ആൻഡ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പറയുക, തരാം. ഓക്കെ, തന്നിരിക്കും. ഓക്കെ, ഒരു ചൈൽഡ് ഉണ്ട്, ഒരു കുട്ടി. 1.6 മീറ്റർ ഉയരമുണ്ട്. 1.6 മീറ്റർ ഉയരമുണ്ട്. സ്കൂൾ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു
ഫ്ലാഗ് പോസ്റ്റിലേക്ക് നോക്കുവാണ്. എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രി. 35 ഡിഗ്രി. സ്റ്റെപ്പിംഗ് ഫോർവേഡ്, അതായത് മുന്നിലേക്ക് നടന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ബാക്കിലേക്ക്, സ്റ്റെപ്പിംഗ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ മുന്നിലേക്ക് നടന്നു. ഓക്കെ, മുന്നിലേക്ക് നടന്നിട്ടുണ്ട്. 10 മീറ്റർ ആണ് മുന്നിലേക്ക് നടന്നത്. അവൻ്റെ ഉയരം മാറുന്നില്ല, 1.6. ഇതും 1.6 ആയിരിക്കും. ഞാനിപ്പോൾ എഴുതി പോവാണേ. ഇതും 10 മീറ്റർ തന്നെയായിരിക്കും. അവിടെ നിന്ന് വീണ്ടും നോക്കി, 60 ഡിഗ്രി. യെസ്, ലോട്ടറി അടിച്ച ആർക്കെങ്കിലും ശരിയാക്കിയാ? തിരിഞ്ഞൊന്നും പോയില്ലല്ലോ അല്ലേ? ഫിഗറിന് മാർക്കുണ്ട്. ശരിയാക്കിയെന്ന് കരുതുന്നു. യെസ്, ഡ്രോ ദി ഫിഗർ. വരച്ചു. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ഫ്ലാഗ് എ ബി. ഈ എ ബി കണ്ടുപിടിക്കണം, ആ ഫ്ലാഗിൻ്റെ ഹൈറ്റ്. അതായത് ഞാൻ സീന്നും കൊടുത്തു. സി ബി നമുക്കറിയാം 1.6. എ സി കണ്ടുപിടിച്ചിട്ട് 1.6 കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു മാർഗവും ഒന്നും തന്നിട്ടില്ല. ആൻഡ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് എടുക്കാം. ഈ ഒരു ലൈൻ, ഈ ഒരു എന്താണ് എ ബി സി ഡി ഇ എഫ് ജി, കിടന്നോട്ടെ, എല്ലാത്തിനായില്ലേ? ഓക്കെ, ഡി സി എക്സ് ആയിട്ട് എടുത്തു, എ സി വൈ ആയിട്ട് എടുത്തു. നേരെ ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ടാൻ 60 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. √3x = y. കേട്ടോ, അത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുകയും ഞാൻ ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 35 ഡിഗ്രി. ഓക്കെ, ടാൻ 35 ഡിഗ്രി ഇട്ട് കൊടുക്കുക. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് അഡ്ജസൻറ്റ് സൈഡ്. നേരെ 2 പേരെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ വന്നിട്ട്, അതായത് y വന്നിട്ട്, y എന്ന് പറഞ്ഞാൽ എ സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. 2 ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക, നേരെ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. എ സിയുടെ ആൻസർ വരുന്നത് 11.75. ഓക്കെ ആണല്ലോ? അപ്പോൾ എ സി 11.75 ആണെങ്കിൽ എ മുതൽ ബി വരെയും കണ്ടുപിടിക്കാൻ എ സിയുടെ കൂടെ ഈ 1.6 കൂടി കൂട്ടാം. അപ്പോൾ എന്താണ് ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് അഥവാ എ ബി എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ ഉയരം 13.35 മീറ്റർ. ഓക്കെ, എത്തിയിട്ടുണ്ടാവണം, കുറേ പേര് എത്തിയിട്ടുണ്ടാവണം. വലിയ പ്രശ്നമില്ലാത്തൊരു ചോദ്യമായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആൻസർ എല്ലാം, ക്വസ്റ്റ്യൻ ആൻസർ അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 2 3 ഒരു 4 വട്ടമെങ്കിലും നന്നായി മനസ്സിരുത്തി വായിച്ചിട്ട് വേണം എന്ത് ചെയ്താൽ പേന ചലിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തതാ സബ് ക്വസ്റ്റ്യൻ ബി. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ ബി. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടു ചിൽഡ്രൻ. രണ്ടോട് മിക്സായി പോയതാണ്. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പോൾ ശരിയായിരിക്കും അല്ലേ? അല്ല സാർ, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, കാരണം കുറേ നേരമായാലും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി വെള്ളം കുടിച്ചേക്കാം. നിങ്ങളും വെള്ളം കുടിച്ചോളൂ. നിങ്ങളും കുറേ നേരമായാലും ഈ ബ്ലാ 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 കേട്ടോണ്ടിരിക്കുന്നേ. ഓക്കെ, യെസ്, വെള്ളം കുടിക്കാൻ നല്ല സൗണ്ട് ഇങ്ങനെ കേൾക്കാം അല്ലേ? ടക്ക് ടക്ക് ടക്ക്. ഓക്കെ, 2 കുട്ടികളുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിലെ ഞാനും ആക്ച്വലി വായിച്ചപ്പോൾ 2 കുട്ടികളുണ്ട്, സെയിം ഹൈറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഹൈറ്റ് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ തന്നിട്ടുണ്ടാവും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആണ് എന്താണ് നമുക്ക് ഹൈറ്റ് ഇവിടെ മെൻഷൻ ആക്കിയിരിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വായിച്ച് വന്നപ്പോഴാണ് ഓക്കെ ഹൈറ്റ് വന്നിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 2 കുട്ടികളുണ്ട്. അവര് 2 സൈഡിലായിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ 2 സൈഡിലും സെയിം ഹൈറ്റ് ആണ്. 2 പേർക്കും ഒരേ ഉയരമാണ്. 2 പേരും നിൽക്കുന്നുണ്ട്. ഓക്കെ, 2 പേരും നിൽക്കുന്നുണ്ട് 50 ഡിഗ്രി ആകുമ്പോൾ. ഓക്കെ, ഇവിടെ അവരുടെ ഹൈറ്റ് ഉയരം തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 മീറ്റേഴ്സ് ആണ്. 1.5 മീറ്റേഴ്സ്. 1.5 മീറ്റേഴ്സ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരാള് രണ്ടുപേരും ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രിക്കും 40 ഡിഗ്രി ഹൈറ്റ് പോസ്റ്റിലോട്ട് നോക്കുന്നുണ്ട്. 50 ഡിഗ്രിയിലേക്ക് 50 ഡിഗ്രി കുറച്ച് നീണ്ടു പോയല്ലോ. ഓക്കെ, 50 ഡിഗ്രിയിലേക്ക് നോക്കുന്നുണ്ട്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. 10 മീറ്റേഴ്സ്, അതായത് ഈ കുട്ടികൾ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട്. അതായത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയും 10 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഡ്രോ റഫ് ഫിഗർ. ശരിയാക്കിയായിരുന്നോ? ഈ ഒരു റഫ് ഫിഗർ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇതും 1.5. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു. അതായത് എ മുതൽ ബി വരെയുള്ള ഉയരം കണ്ടുപിടിക്കണം. ഇവിടെയും നമുക്കൊന്നും തന്നിട്ടില്ല. ഞാൻ ഈ ഒരു ആദ്യത്തെ കുട്ടിയും ഇലക്ട്രിക് പോസ്റ്റും തമ്മിലുള്ള അകലം ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. ഇത് ടോട്ടൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 10 - x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനും 10 - x ആണ്. ഇത് എക്സ് ആയിട്ട് എടുത്തു, ഇത് y ആയിട്ട് എടുത്തു. തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ. സെയിം പരിപാടി ഇവിടെയും ചെയ്യാം. ആൻഡ് ഇവിടെയും ടാൻ 40 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ചെയ്യാം. ടാൻ 50 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ചെയ്യാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻസ് ആൻസർ എഴുതി തരാം. ഇതിൻ്റെ ഫൈനൽ ആൻസർ വന്നിട്ട് y എന്ന് പറയുന്ന വാല്യൂ, y എന്ന് പറയുന്നത് 4.88 വരും.
4.88. എക്സിൻ്റെ വാല്യൂ വന്നിട്ട് 5.89. ഇതൊക്കെ വന്നായിരുന്നു എക്സാം ഹാളിൽ. ഓക്കെ. ആൻഡ് ഇവൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത് 4.88. അതായത് വൈയുടെ കൂടെ 1.5 കൂടി കൂട്ടണം, 6.3 കേട്ടോ. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ ലെഡ് പൊട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, സിമ്പിൾ. അതൊക്കെ എന്തായാലും തരുമായിരുന്നു. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമില്ല. 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. 5 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഫിഗറൊക്കെ നമുക്ക് വരക്കാൻ പറ്റും. അത് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നന്നായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. ഈ സെയിം ക്വസ്റ്റ്യൻ ഇന്നലെയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലത്തെ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു അന്താരാഷ്ട്ര ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എടുക്കാം. സിമ്പിളാണ്. ടാൻജൻറ്റ് കണ്ടുപിടിക്കുക. ലെങ്ത്ത് എയിൽ നിന്ന് വരച്ചിരിക്കുന്ന ടാൻജൻ്റാണ് AP ആൻഡ് AR. നമുക്കറിയാം പുറത്തു നിന്നൊരു ടാൻജൻറ്റ് വരച്ചാൽ 2 പേരുടെയും അളവുകൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ സിയിൽ നിന്ന് CR ആൻഡ് CQ 2 പേരുടെയും അളവുകൾ തുല്യമായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ്? അടുത്ത കളർ കൊടുക്കാം. BP ആൻഡ് BQ ഈക്വൽ ആയിരിക്കും. ഇവരുടെ എന്ത് കണ്ടുപിടിക്കണോടാ? ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയില്ല. ഞാൻ APക്ക് X എന്ന് കൊടുത്തു, അപ്പോൾ ARഉം X ആയിരിക്കും. ഇനി ഇത് ടോട്ടൽ 6 ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം X ആണെങ്കിൽ ഇത് 6 മൈനസ് X, ഇതും 6 മൈനസ് X. ഇത് ടോട്ടൽ 8 ഉണ്ടായിരുന്നു. ഒരെണ്ണം X ആണെങ്കിൽ ഇത് 8 മൈനസ് X, അങ്ങനെയാണെങ്കിൽ ഇതും 8 മൈനസ് X ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിക്കേ, 6 മൈനസ് Xഉം 8 മൈനസ് Xഉം കൂട്ടിയാൽ 6 കാണാൻ പറ്റുന്നില്ലല്ലേ? 6 മൈനസ് Xഉം 8 മൈനസ് Xഉം കൂട്ടിയാൽ എത്ര വരും? ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, പ്ലസ് ആണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ, എത്ര വരും? 10 കിട്ടും. 10 ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നേരെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ X വന്നിട്ട് 2 എന്ന് വരും. ഓക്കെ, X കിട്ടിയാൽ കണ്ടുപിടിക്കാലോ. APAR X 2 ആണ്. അവരുടെ ടാൻജന്റിന്റെ നീളം 2 ആണ്. 6 മൈനസ് X, അതായത് 6 മൈനസ് 2, അവന്റെ നീളം 4 ആണ്. മൂന്നാമത്തെ ടാൻജന്റ് 8 മൈനസ് X, അതായത് 8 മൈനസ് X എത്രയാണ്? 2. സോ ഉത്തരം 6 സെന്റിമീറ്റർ. സിമ്പിൾ. ഓക്കെ, അതപ്പോൾ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? പ്രൂവ് ദാറ്റ് ക്വാഡ്രിലാറ്ററൽ APOR. ഓക്കെ, ഇവൻ ഒരു ആരാണ്? സ്ക്വയർ, സമചതുരമാണെന്ന്. സമചതുരത്തിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും തുല്യം, എല്ലാ കോണുകളും 90 ഡിഗ്രി. OP എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ്, AP എന്ന് പറയുന്നത് ടാൻജന്റ്. 2 പേരും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി. ഇനി അടുത്തതും അതുപോലെ തന്നെ OR എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ്, AR എന്ന് പറയുന്നത് ടാൻജന്റ്. 2 പേരും ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി. ഇത് ഓൾറെഡി 90 ആണെന്ന് അറിയാം. 3 ആംഗിൾ 90 ആണെങ്കിൽ സ്വാഭാവികമായും 4ാമത്തവനും 90 തന്നെയാണ്. സോ നോക്കേ, എല്ലാവരും ഈക്വലുമാണ്. അതുപോലെ തന്നെ 90 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്താണ്? ഇവനൊരു സ്ക്വയർ ആണ്. കഴിഞ്ഞു. സെറ്റാണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മുടെ ആയുധങ്ങളൊക്കെ എടുക്കേണ്ട കുറച്ച് അല്ലേ. ഇനി അളവുകൾ കാര്യങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ എൻ്റെ ആൻസർ കീയൊക്കെ ഒന്ന് മാറ്റി വെച്ചോട്ടെ. ആൻസറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി വരക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു മാർക്കിന് വരക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വരച്ചില്ലേടാ? യെസ്, നമ്മൾ നല്ല ചിത്രകാരന്മാരാകണം മാത്സിൽ കേട്ടോ. ഓക്കെ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2. സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2.5 സെന്റിമീറ്റർ എന്ത് വരുന്നത്? റേഡിയസ്. ആരം വരുന്നത് എന്ത് വരക്കണം? സർക്കിൾ വരക്കണം. ഓക്കെ, അപ്പോൾ ഒരു വൃത്തം വരക്കണം. ആദ്യം എത്രയാണ്? 2.5 സെന്റിമീറ്റർ. ഒയ്യോ, എൻ്റെ വൃത്തം മുട്ട പോലെയായി. ഒരു വൃത്തം വരച്ചു. ഇനി 2.5 സെന്റിമീറ്റർ. ഡ്രോ എ ടാൻജന്റ് ടു ദി സർക്കിൾ ഫ്രം എ പോയിന്റ്. ഓക്കെ, 7 സെന്റിമീറ്റർ അവേ, അതായത് ഈ സെന്ററിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെ P എന്ന് പറയുന്ന പോയിന്റ് വെച്ചു. നേരെ ഇവനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. ഒന്നില്ലെങ്കിൽ സർക്കിളോ ആർക്കോ സെമി സർക്കിളോ വരക്കുക. ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് Pയിൽ നിന്നും യോജിപ്പിക്കുക. സിമ്പിൾ. 3 മാർക്ക്. സിമ്പിൾ, വെരി സിമ്പിൾ. കിട്ടിയില്ലേ? യെസ്, ജയ് ഹിന്ദ്. കിട്ടി കാണണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 4.5. ഓക്കെ, അപ്പോൾ 4.5 ആദ്യം വരയ്ക്കണമെങ്കിൽ 4.5 ഇവിടെ വരക്കാം, അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരക്കാം. ആൻഡ് 6ഉം 7ഉം സെന്റിമീറ്റർ ജോയിൻ ചെയ്തു. ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ വരക്കണം. എന്ത് ചെയ്യണം? നേരെ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. ഓക്കെ ആണല്ലോ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് നേരെ നമുക്ക് ഇൻ സർക്കിളിലേക്ക് എത്താൻ സാധിക്കും. കുഴപ്പമില്ലല്ലോ? സെറ്റ് ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, എന്താണ് ഇവൻ്റെ റേഡിയസ് കൂടി അടയാളപ്പെടുത്താൻ, അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. റേഡിയസ് കണ്ടുപിടിക്കാൻ അറിയാലോ? സിമ്പിൾ. ഇവിടെ ഇവനെ അങ്ങ് യോജിപ്പിച്ചിട്ട് നേരെ ആൻസർ കണ്ടുപിടിക്കുക. റേഡിയസ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഓൾറെഡി വരച്ച് പഠിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 സൈഡിന് എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല വന്നിരിക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വന്നിരിക്കുന്നത് ട്രയാങ്കിൾ. നിങ്ങൾ വരച്ചിരിക്കുന്ന പോലെ കറക്റ്റ് അളവുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി യെസ്, ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 27ാമത്തത്. അതെ, എനിക്കും ആശ്വാസമായി, നിങ്ങൾക്കും ആശ്വാസമായി. ഇപ്പോൾ ഒരു
പരുവമായിട്ടുണ്ടാവും അല്ലേ സാറേ? ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും, ഞാൻ ഇതൊക്കെ ചെയ്തത് ശരിയാണ്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടണ്ടാവും. അത് ഇന്ന് തന്നെ വിട്ടുകളയാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരീക്ഷകളുണ്ട്, ക്രിസ്മസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്, പിന്നെയാണ് ക്ലാസ് തുറക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നാളെ നമുക്ക് ഈ ടെൻഷനും കൊണ്ടൊന്നും നടക്കേണ്ട ആവശ്യമില്ല. എൻജോയ് ചെയ്യുക, എക്സാം ഒക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാം. ഓക്കെ, സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. സിമ്പിൾ അടാ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. PA6 എന്താണ് ഇക്വേഷൻ വരുന്നത്? PA × PB = PC². PA × PB = PC². PC അറിഞ്ഞൂടാ, PC ആണ് കണ്ടുപിടിക്കേണ്ടത്. PA എത്രയാണ്? 6 × 4 = PC². ദാറ്റ് ഈസ് 24 = PC². PC കണ്ടുപിടിക്കാൻ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ √24 = PC. ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കി ചെയ്താൽ, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾ ചെയ്ത് എഴുതാലും ശരിയാണ്. ഇനി ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് ഞാൻ അപ്പുറത്തേക്ക് വരക്കാം. അതായത് ഒരു റെക്ടാംഗിൾ വരക്കണം, ഒരു ചതുരം വരക്കണം, 5 4 സെൻറ്റിമീറ്റർ എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്ന റെക്ടാംഗിൾ വരക്കണം. ഒരു സ്ക്വയർ വരക്കണം, സെയിം ഏരിയ. ഇത് ഓൾറെഡി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ 4 സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു. ഓക്കെ ആണല്ലോ. വീണ്ടും ഇവൻ്റെ എന്ത് വരച്ചു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നു. അല്ല, ഈ കഥകളൊക്കെ കേട്ട് കേട്ട് മതിയായിട്ടുണ്ടാവും നിങ്ങൾക്ക്. സെമി സർക്കിൾ വരക്കുന്നു. ഇത് P, ഇത് A, ഇത് B. നേരെ ഇവനെ നീട്ടി വരക്കുന്നു. C എന്ന് പേര് കൊടുക്കുന്നു. ഇവനാണ് നമ്മുടെ സ്ക്വയർ, വരക്കാൻ പോകുന്ന സമചതുരത്തിൻ്റെ വശം. ഇത് കോമ്പസിൽ കുത്തിയിട്ട് അല്ലെങ്കിൽ എടുത്തിട്ട് Pയിൽ കുത്താ, ആർക്ക് വരക്കാം. അപ്പോൾ എന്ത് പറ്റും? മുട്ടൂല. അപ്പോൾ നമ്മൾ മുട്ടിക്കണം. ഓക്കെ ആണോ? വീണ്ടും ഇവിടെ കുത്തിയിട്ട് സെയിം അളവ് ഇവിടെയും, ഇവിടെ നിന്നും സെയിം അളവ് ഇവിടെയും, നേരെ അങ്ങ് ഷെയ്ഡ് അങ്ങ് കളറങ്ങ് ചെയ്ത് കൊടുക്കുക. എത്ര മാർക്കായിരുന്നു? 5 മാർക്കിൻ്റെ ചോദ്യം. ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്ത് നിങ്ങൾ കാണാപ്പാടമായിട്ടാണ്. കഴിഞ്ഞു. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ക്വിക്ക് എന്തായിരുന്നു? ആൻസർ കീ ഡിസ്കഷൻ ആയിരുന്നു. മിസ് വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ആ ഒരു മെത്തേഡ് പറഞ്ഞു. ആൻഡ് ഫൈനൽ ആൻസേഴ്സ് എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് എല്ലാ 27 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല, നമുക്കൊരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് അല്ലേ, നിങ്ങൾക്കും മതിയാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് പറയാം. ആൻഡ് ഒരു കാര്യം കൂടി ലാസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഫസ്റ്റ് എക്സാം ആയിരുന്നു മാത്സ്. കമ്പാരിറ്റീവ്ലി വീണ്ടും പറയുന്നു, ഓണപരീക്ഷയിലും നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഓണപരീക്ഷ കമ്പയർ ചെയ്യേണ്ടല്ല, തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ അല്ലേ നല്ല ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാ ദിവസവും 15 മാർക്കിൻ്റെ പരീക്ഷയൊക്കെ എഴുതി വന്ന കുട്ടികൾക്ക് കുറേ മാർക്ക് നമുക്ക് വരാൻ പറ്റും അല്ലേടാ ഈ ഒരു എക്സാമിൽ നിന്ന്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇനി ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികൾക്ക്, പഠിച്ച് നല്ല മാർക്ക് കിട്ടിയവർക്കൊക്കെ, നല്ല മാർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളവർക്കൊക്കെ വെരി ഗുഡ്. ആൻഡ് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ അയ്യോ അതെനിക്കതങ്ങനെ അല്ലല്ലോ കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് കുറച്ചും കൂടി പാടായിരുന്നു, അങ്ങനെയുള്ള കുട്ടികൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. മാത്സ് എക്സാം കഴിഞ്ഞു. ഇനി വരാനായിട്ട് ഇനിയും നമുക്ക് കുറേ എക്സാംസ് ഇനി ഇതാ മുന്നിലുണ്ട്. അതിനു വേണ്ടി പഠിക്കുക. ഓക്കെ അല്ലേ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എക്സാമാണ്, ഒന്നില്ലെങ്കിൽ ഈസി അല്ലെങ്കിൽ പാടായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും. അതൊക്കെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ. അത് ഡിപ്പെൻഡ്സ് അല്ലെ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പഠനവും നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച് ചിലപ്പോൾ എക്സാം ഹാൾ ഓർമ്മ വന്ന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ എക്സാംസിനെ പറ്റി ഓർത്ത് സമയം കളയാൻ നമുക്കിനിയില്ല. ബാക്കിയുള്ള എക്സാംസിന് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് എല്ലാ എക്സാംസും കഴിഞ്ഞിട്ട് ഇനി ക്രിസ്മസ് വരുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. ന്യൂ ഇയർ വരുന്നുണ്ട്, ആൻഡ് അതും അടിച്ചു പൊളിക്കുക. അതിനുശേഷം അല്ലെ 12 ദിവസമാണ് വെക്കേഷൻ കിട്ടുന്നത് അല്ലേ ഈ ഒരു വർഷം. 10 ദിവസമല്ല 12 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 12 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യുക. ആൻഡ് അതിനുശേഷം അല്ലെ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവാനുള്ള ദിവസങ്ങൾ കൂടിയാണ്. കാരണം അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് എന്താകും? SSLC ആകും. അപ്പോൾ നമുക്ക് ഇനി എന്തിന് സമയമില്ല, പഠിക്കാനായിട്ട് വളരെയധികം സമയം നമ്മുടെ മുന്നിലില്ല. ആഘോഷങ്ങളെല്ലാം എന്ത് ചെയ്യുക? വെക്കേഷൻ കഴിയുമ്പോൾ ചുരുക്കുക, പഠിക്കുന്ന സമയം കൂട്ടുക. അടിപൊളിയായിട്ട് മോഡൽ എക്സാം, SSLC എക്സാം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പാകത്തിന് റെഡി ആയിരിക്കണം നമ്മൾ. ഓക്കെ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. വർക്കിന് റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോട്ടെ. ഇനി വരാൻ പോകുന്ന എക്സാം നന്നായി തന്നെ പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു വാശി വേണം. ക്രിസ്മസിനേലും ഓണത്തിനേലും നല്ല മാർക്ക് മോഡൽ എക്സാമിൽ, അതിനേക്കാൾ കൂടുതൽ മാർക്ക് SSLCക്ക് വാങ്ങിക്കുന്നുള്ള വാശി, ഒരു ഫയർ നമ്മുടെ ഉള്ളിൽ വേണം. ആൻഡ് നമ്മളെല്ലാവരും കൂടെയുണ്ട്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ്, പാരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ടാവണം. അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ
അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഇനി വരാൻ പോകുന്ന എക്സാംസിന്. ആൻഡ് അഡ്വാൻസ് എന്താണ് മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിച്ച് എക്സാംസുകളെല്ലാം എഴുതുക. കൂളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ 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 ബൈ. താങ്ക് യു.